വരച്ചതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കിതിൻ്റെ ഒന്നും പേരറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ പേര് ഓരോ എലമെൻസിൻ്റെയും ഓരോ പേരുകളുണ്ട്. ഞാൻ ക്ലാസ്സിന് കയറിയിട്ടില്ലാത്തത് കൊണ്ടും സെൽഫ് ഡോട്ട് ഹെന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും നോക്കി വരയ്ക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളത് കൊണ്ടും എനിക്കിതിൻ്റെ ഒന്നും പേരറിഞ്ഞൂടാ. പിന്നെ അതിൻ്റെ അകത്ത് ഇതിന് ഭംഗി തരുന്നത് ഇതുപോലെ കുറേ ആ സൈഡിൽ വരച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിൽ അത് വരച്ച് കൊടുക്കുക. വരച്ച് നമുക്ക് തന്നിരിക്കുന്ന സ്പേസിലെല്ലായിടത്തും വരച്ച് കൊടുക്കുക. റെഫറൻസ് പിക്ക് കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഈസിയാണ് വരയ്ക്കാൻ. എന്നാൽ അറിഞ്ഞാത്തവർക്ക് എന്നെപ്പോലുള്ള ഹെന്ന ആർട്ടിസ്റ്റിന് ചില ഡിസൈൻസ് കണ്ടിട്ട് അത് മനസ്സിലാവാത്തതാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. അപ്പം ഇതുപോലത്തെ കുറേ ഇൻസൈഡിലോട്ടുള്ള വരച്ച് കൊടുത്തതിന് ശേഷം ഡാർക്കനായിട്ട് വേണം വരയ്ക്കാൻ. എന്നാലും കയ്യിൽ തെളിഞ്ഞ് കാണുള്ളൂ, എന്നാലും കുഴപ്പമില്ല, നൈസായിട്ട് കാണും. അതിൻ്റെ അകത്ത് വൈൻസ് കൊടുക്കുക. വൈൻസ് അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ്, ഇതിനെയാണെന്ന് തോന്നുന്നു വൈൻസ് എന്ന് പറയുന്നത്, സോറി. ടിയർ ഡ്രോപ്പ്, അതായത് ഒരു ലീവ്സ് ഉണ്ടല്ലോ, ലീവ്സ് വരയ്ക്കുക. ഹെന്ന ലീവ്സ് വരച്ചിട്ട് അതിൽ ഒരു ലീവിൽ ഫില്ല് ചെയ്യാതിരിക്കുക, മെഹന്തിയിൽ ഫില്ല് ചെയ്യാതിരിക്കുക. അപ്പം ഇൻസൈഡോട്ട് വരുന്ന എല്ലാ പോർഷനും നല്ല ഡാർക്കൻ ചെയ്ത് 3 ലീവ്സ് വരച്ച് കൊടുത്തതിന് ശേഷം പുറത്ത് സിമ്പിളായിട്ട് ഒരു വൈന് മാത്രം കൊടുക്കുക. വൈനല്ല, ഒരു ടിയർ ഡ്രോപ്പ് മാത്രം കൊടുക്കുക. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും, പക്ഷേ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. നമ്മൾ ഒരെണ്ണം ഡാർക്കൻ ചെയ്ത് ഒരെണ്ണം അല്ലാതെയും ചെയ്ത് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഭംഗി കൂടും. ഞാൻ വിചാരിച്ചു വരച്ചപ്പോൾ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചത്, പിന്നെ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് കൊടുത്തപ്പോഴേ കുറച്ച് വൃത്തി തോന്നി. മീൻസ് ആ ഒരു ഭംഗി, ആ ഒരു നമ്മൾ റെഫറൻസ് പിക്ക് കണ്ട ആ ഒരു ഭംഗി തോന്നി. അതുപോലെ നമുക്ക് പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിലും നമുക്ക് വരും, ഇൻഷാ അല്ലാഹ് അത് വരും. നമ്മൾ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് വരച്ച് പഠിച്ചാൽ വരും.